താരമായി ചാണ്ടി ഉമ്മൻ. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ വി.ഡി. സതീശൻ പുതുപ്പള്ളിയിലേക്ക് ചെന്നിറങ്ങുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഈ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പോലും തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പരസ്യമായി പുറത്തു പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഗണേഷിന്റെ കാര്യത്തിൽ അവിടെ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങി മകൾ മരിയ ഉമ്മനും കളം കൊഴുപ്പിക്കുകയും ഗണേഷിനെ തോൽപ്പിച്ച് കയ്യിൽ കൊടുക്കുകയുമാണ് ഉണ്ടായത്. UDFന് 102 സീറ്റുകളിലേക്ക് ഒരു സീറ്റ് സംഭാവന ചെയ്യുകയും ചെയ്തു. അതിലൊക്കെ നയിച്ചത് ചാണ്ടി ഉമ്മൻ ഈ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പത്തനാപുരത്ത് പോയി ഗണേഷിന്റെ കോട്ടയിൽ കയറി വെല്ലുവിളിച്ചത് കൊണ്ടാണ്. അതും CBI റിപ്പോർട്ടിന്റെ ഫയലുകളെല്ലാം പുറത്തുവിട്ടുകൊണ്ടായിരുന്നു ചാണ്ടി ഉമ്മന്റെ വെല്ലുവിളി. പിന്നീട് നമ്മൾ ചാണ്ടിയെ കണ്ടത് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സൈക്കിൾ ചവിട്ടി മുന്നേറുന്ന കാഴ്ചയാണ്. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ചാണ്ടി എടുത്ത ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് സമയത്ത് ഏറെ ശ്രദ്ധ ആകർഷിച്ചത്. ഞാനായിട്ട് 3 നേതാക്കളിൽ ആരുടെയും പേര് പറയുന്നില്ല. ഹൈക്കമാൻഡ് ആരെ തിരഞ്ഞെടുത്താലും അവർക്ക് എൻ്റെ സപ്പോർട്ടുണ്ട് എന്ന് കൃത്യമായി തന്റെ രാഷ്ട്രീയ നിലപാട് അറിയിച്ച നേതാക്കളിൽ യുവനിരയിൽ മുന്നിൽ നിൽക്കുന്നത് ചാണ്ടി ഉമ്മൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ താരം ചാണ്ടി ഉമ്മൻ തന്നെയാണ്. ഇനി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നയിക്കുന്ന മന്ത്രിസഭയിൽ ചാണ്ടി ഉണ്ടോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് പിന്നാലെ തൊട്ടു പിന്നാലെ പുതുപ്പള്ളിയിലെത്തിയ വി.ഡി. സതീശൻ അങ്ങനെ ഒരു ഓഫർ ചാണ്ടിക്ക് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്കറിയാനാകും. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൊരു വലിയ നഷ്ടമായി ഞാൻ കണക്കാക്കുന്നത് മന്ത്രിയാകാത്തതല്ല. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായപ്പോൾ ആ മന്ത്രിസഭയിൽ അംഗമാകണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അല്ല, ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ തീരുമാനം എടുക്കുന്നത്. നമുക്കൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം എല്ലാവരും ചേർന്നിട്ട് ആലോചിച്ച് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. ഞാൻ ആരുടെയും കാര്യം പറയാൻ ഒരാളല്ല, ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കണം, കൂട്ടായിട്ടാണ് തീരുമാനം എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബത്തിലേക്കാണ് എത്തിയത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുവർണകാലമായിട്ട് ഞാൻ ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത് 2006 മുതൽ 2011 വരെ എൻ്റെ നിയമസഭാ കാലമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ നിയമസഭയിൽ എനിക്ക് കിട്ടിയ അവസരങ്ങൾ കേരളത്തിൽ ഒരു നിയമസഭാ സാമാജികനും കിട്ടാത്ത അവസരങ്ങളാണ്. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. മന്ത്രിമാർക്കെതിരായിട്ട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചത് ഉൾപ്പെടെയുള്ള നിരവധി. അന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ അവസരം തന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു ഞാൻ, MLA ആയിരുന്നു ഞാൻ. എന്നെ സത്യത്തിൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ അത് സതീശൻ അവതരിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞ അത്രയും കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൊരു വലിയ നഷ്ടമായി ഞാൻ കണക്കാക്കുന്നത് മന്ത്രിയാകാത്തതല്ല. ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായപ്പോൾ ആ മന്ത്രിസഭയിൽ അംഗമാകണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ അദ്ദേഹത്തെ എപ്പോഴും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ആളല്ല. നമ്മൾ ഒരു കാര്യം വിമർശിച്ചാൽ, ഞാൻ വിമർശിച്ചിട്ടുണ്ട് എന്നിവരോട് പറഞ്ഞു, CLP മീറ്റിങ്ങിൽ പറഞ്ഞു, വിമർശിച്ചിട്ടുണ്ട്. അപ്പം തന്നെ അദ്ദേഹം വിളിച്ച് സംസാരിച്ചത് ശരിയാണെന്ന് തോന്നിയാൽ അപ്പം നടപടിയാണ് എല്ലാ കാര്യങ്ങൾക്കും. ഞാൻ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു ഡസൻ കാര്യങ്ങളിലെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡസൻ കാര്യങ്ങളിലും അദ്ദേഹം ആ പരാതി അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തെ പോലത്തെ ഒരാൾ വഴികാട്ടിയാണ്. എങ്ങനെ സാധാരണക്കാരെ ചേർത്ത് നിർത്തണം, പാവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം, അവരെ എങ്ങനെ സഹായിക്കും. ഒരാൾ വന്നൊരു സഹായം അഭ്യർത്ഥിച്ചാൽ അദ്ദേഹം അപ്പം മുതൽ ചിന്ത തുടങ്ങി എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന്. അതാണ് ഒരു ഭരണാധികാരിയുടെ ഏറ്റവും വലിയ കാര്യം. ഒരുപാട് പാഠങ്ങൾ, ഒരു വലിയ ലെസണാണ്, ഒരുപാട് പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. നമ്മൾ ഈ ഭരണത്തിൻ്റെ അധികാരത്തിൻ്റെ പത്രാസിനിടയിൽ സാധാരണക്കാരെ മറന്നു പോകാതിരിക്കാൻ നമ്മുടെ ഓർമ്മപ്പെടുത്തലാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ മുഖം. ഞാനത് എൻ്റെ ഹൃദയത്തിലുണ്ടാവും. അതാണ് ഞാൻ ഈ വീട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ചിത്രത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെടുത്ത തീരുമാനം അതാണ്. അധികാരത്തിൻ്റെ പത്രാസൊക്കെ ഒരുപാടുണ്ടാവും, നിങ്ങൾക്കറിയാമല്ലോ, ഇഷ്ടംപോലെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും മറന്നു പോകരുത്. ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കണം എപ്പോഴും. അപ്പോൾ നമ്മൾ മറക്കില്ല. അതാണ് എൻ്റെ അനുഭവ പാഠം. അദ്ദേഹം ഒക്കെ നമ്മുടെ മുമ്പിൽ നമ്മളോടൊപ്പം ജീവനോടൊപ്പം ഇല്ലെങ്കിലും നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ വഴികാട്ടിയായി കൂടെ ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഉറപ്പായിട്ട് പോകും. ഞാൻ അദ്ദേഹം തിരക്കിലാണ്. അല്ല, ഇന്നില്ല. ഞാൻ അദ്ദേഹം തിരക്കിലാണ്. എനിക്ക് ഫോണിൽ കിട്ടിയിട്ടില്ല. ചോദിച്ച് അദ്ദേഹത്തിൻ്റെ സൗകര്യം നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ സമയം നോക്കി അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കാണാം. അല്ല, അത് ദേശീയ നേതൃത്വമാണ് അവരെല്ലാം ബന്ധപ്പെടുന്നത്.
ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റും ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. 18-ാം തീയതി രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. അവരെല്ലാം കോൺഗ്രസ് നേതാക്കളെല്ലാം പങ്കെടുക്കും. ബാക്കിയുള്ള മറ്റുള്ള മുഖ്യമന്ത്രിമാരെയും മറ്റും കോർഡിനേറ്റ് ചെയ്യുന്നത് AICCയുടെ നേതൃത്വമാണ്. അവരതനുസരിച്ചിട്ട് അറിയിക്കും. എല്ലാവരും എത്തും. കോൺഗ്രസിലെ എല്ലാ മന്ത്രിമാരും വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അല്ല, അതിൻ്റെയൊക്കെ ഞങ്ങൾ നാളെയാണ് അതിൻ്റെ ഫൈനൽ ഡിസിഷൻ. എല്ലാവരും എത്തുന്നേയുള്ളല്ലോ, ലീഡേഴ്സ് എല്ലാം തിരുവനന്തപുരത്തേക്ക് എത്തുന്നേയുള്ളൂ. ശരി, ഞങ്ങൾ ഇരുന്നിട്ട് ചെയ്യും. വേണമെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആകെ സംസാരിക്കും. പിന്നെ ഇല്ലേ, സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ.